ഗൈസ്, വെൽക്കം ബാക്ക് ടു ദേവ്ധാര യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ ഭരണിയിലിട്ട് വെച്ച മാങ്ങയാണ് കേട്ടോ. നാട്ടുമാങ്ങയാണ്. അപ്പോൾ നമ്മളത് ഇളക്കുന്നതും പിന്നെ അച്ചാറിടുന്നതും വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇളക്കി കഴിഞ്ഞു. ഇനി നമ്മൾ അതുകൊണ്ട് ആ മാങ്ങ കണ്ട നോക്കിയേ, നല്ലൊരു ചുക്കിച്ചുളുവുള്ള ഒരു മാങ്ങ. ആ മാങ്ങ നമ്മൾ ഇന്ന് അച്ചാറിടാൻ പോവുകയാണ്. അതിനു മുമ്പേ നമ്മൾ ആ വെള്ളം മാറ്റി വെക്കണം. അതിനായി നമ്മൾ ഇപ്പോഴും ഞാൻ കാണിക്കുന്നില്ലേ, അതേ കണക്കത്തെ പാത്രമോ അതേ തുണിയോ എന്തെങ്കിലും വെച്ച് ആ മാങ്ങ ഫുള്ളും തട്ടിയിടപ്പോഴേക്കും അതിൻ്റെ വെള്ളം ഫുള്ളും അടിയിലത്തെ പാത്രത്തിലോട്ട് പോവും. എന്നിട്ട് അത് നമ്മൾ കുറച്ച് നേരമായിട്ട് കുലുക്കിയിട്ട് ഞാൻ അപ്പോഴും ഒന്നെടുത്ത് തിന്നു ഗൈസ്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ അത് അടുക്കളയിൽ കൊണ്ട് ചെന്നിട്ടുണ്ട്. നമ്മൾ കടുക് പൊടിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കടുക് പൊടിപ്പിച്ചു. ആദ്യത്തെ പ്രാവശ്യം ഒന്നും ആയില്ല കേട്ടോ, കടുകിനൊന്നും പറ്റിയില്ല. അതേ കണക്കെ തന്നെ വന്നു. രണ്ടാമത്തെ പ്രാവശ്യം പൊടിച്ചപ്പോഴാണ് നല്ലൊരു മഞ്ഞൊരു ഇത് കിട്ടിയത്. ചിലവർ മഞ്ഞ മാത്രമായിട്ട് എടുക്കും. നമ്മളിപ്പോൾ എല്ലാം കൂടിയാണ് കേട്ടോ എടുക്കുന്നത്. അങ്ങനെ കുറേ നേരമായിട്ട് അടിച്ചപ്പോഴായിരുന്നു കിട്ടിയത്. മഞ്ഞ മാത്രമൊന്നും നമ്മളെടുത്തില്ല, നമ്മൾ ഫുള്ളും എടുത്തു. പിന്നെ ഫുള്ളും എടുത്തു. ഇതാ നോക്കി, ഇങ്ങനെ എടുത്തു. പക്ഷേ കുറച്ച് ആൾക്കാർ ആ മഞ്ഞ മാത്രം എടുക്കും. പിന്നെ ഒരു പാത്രത്തിൽ എണ്ണ വീത്തും. ഇത്രയും എണ്ണ വീത്തണം. പിന്നെ നമ്മൾ ഡൈനിങ് ടേബിളിൽ ഇരുന്ന മാങ്ങയും അതിൻ്റെ വെള്ളവും കൂടെ എടുത്തുകൊണ്ട് അടുക്കളയിൽ വെച്ചു. എന്നിട്ട് നമ്മളെ എണ്ണപ്പാത്രത്തിൽ നോക്കിയ വെള്ളവും മാങ്ങയും കേട്ടോ. പിന്നെ നമ്മൾ എണ്ണപ്പാത്രത്തിൽ നോക്കിയപ്പോൾ ദേ ഇങ്ങനെ ആക്കി. പിന്നെ നമ്മൾ മുളക് പൊടി ഇടും, അത്യാവശ്യത്തിന് ഇടാം കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇടുന്ന കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യപ്പോഴേക്കും ഒരു നല്ലൊരു മണം വരും. അപ്പോഴും നമ്മൾ ഇടണത് നമ്മൾ അതിലോട്ട് കായപ്പൊടിയാണ് കേട്ടോ ഇടുന്നത്. അത് ഒരുപാട് ഇട്ടാൽ കഴിക്കും കേട്ടോ. അത് നമുക്ക് ഇഷ്ടപ്പെടുകയില്ല. നമ്മൾ ആദ്യമായിട്ട് ഇടുന്നതുകൊണ്ടൊരു സംശയം, ഇത്രയൊക്കെ ഇടണോ എന്നുള്ളൊരു ഇതാണ്. അങ്ങനെ നമ്മൾ ഇട്ടിട്ട് മിക്സ് ചെയ്തു. അതിൻ്റെ കൂടെ ഒപ്പം തന്നെ കുറച്ചായിട്ട് ഇത് കലക്കി ഒഴിച്ചു കൊടുക്കണം. അപ്പോഴേ ഇത്തിരി ഒന്ന് കയ്പുണ്ടെന്ന് സംശയിച്ചു, പക്ഷേ ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ നേരമായിട്ട് ഇളക്കിയിട്ട് കുറേ നേരമായിട്ട് ഇളക്കി. പിന്നെ നമ്മൾ മാങ്ങയാണ് അതിലോട്ട് ഇടുന്നത്. മാങ്ങ ഇട്ട് കുറുകി വരപ്പോഴാണ് നമ്മളെ ഇതൊക്കെ ഇടുന്നത്. ഇപ്പം കണ്ടോ, മാങ്ങയൊക്കെ നല്ല രീതിയിൽ ചുക്കിച്ചുളുങ്ങിയിട്ടുള്ളതാണ്. ഇപ്പം കണ്ടപ്പോൾ തന്നെ വായിന്ന് വെള്ളം ഊറുന്നു ഗായ്സ്. അപ്പം ഇത് കുറുകി വരപ്പോഴും നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ഇട്ട് നോക്കേണ്ടതാണ് കേട്ടോ. നിങ്ങളെ വീട്ടിലൊക്കെ മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ, നാട്ടുമാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് നോക്കണം കേട്ടോ. നല്ല രസമാണ് കേട്ടോ തിന്നാൻ. ചോറിൻ്റെ കൂടെയൊക്കെ തിന്നാൻ നല്ല രസമാണ്, സൂപ്പർ ടേസ്റ്റിയാണ്. കുറച്ചേരം ഇങ്ങനെ ഇട്ടിട്ട് കലക്കി മിക്സാക്കിയൊക്കെ ചെയ്തപ്പോഴേക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മൾ പൊടിച്ചു വെച്ച കടുകും ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തപ്പോഴേക്കും കിട്ടണൊരു മണം.
ആ മണം പിന്നെ നമുക്ക് മറക്കാൻ പറ്റൂല. പിന്നെ ഇതെല്ലാവരും ചെയ്തു നോക്കേണ്ടതാണ് പ്ലീസ്. നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ അതിലോട്ട് നമ്മളുടെ മാങ്ങയിൽ ഒഴിച്ച ആ വെള്ളം ഇല്ലേ, ആ വെള്ളം കുറച്ച് പകുതി ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ സ്റ്റൗ ഓണാക്കണം. സ്റ്റൗ ഓണാക്കിയിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ആ വെള്ളം ഒഴിച്ച് കുറച്ചായിട്ട് ഒഴിച്ചാലും മതി. എന്നാലും നമുക്ക് വെള്ളം കൂടിപ്പോയെന്നാണ് തോന്നുന്നത്. അത് കുറുകി വരുമായിരിക്കും അല്ലേ. അങ്ങനെ നമ്മൾ കുറുകി വരപ്പോഴാണ് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പൊടിച്ചു. പിന്നെ നമ്മൾ കുറേ നേരം ഇട്ട് ആക്കിയപ്പോഴേക്കുമാണ് നല്ല രസമുള്ള മണമൊക്കെ കിട്ടിയത്. ഇതാണ് ലാസ്റ്റ് സൊല്യൂഷൻ. നോക്കിയാൽ നല്ല രസമില്ലേ കാണാൻ. ഇത് നോക്കിയേ, നല്ല ടേസ്റ്റും നല്ല മണവുമാണ്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ പെട്ടെന്ന് തിന്നാനായിട്ട് നമ്മൾ ഇത് സഹായിക്കും. ചോറൊക്കെ തിന്നാത്തവർക്ക് ഇതൊന്ന് ഇട്ട് കൊടുത്താൽ മതി. എല്ലാവരും തിന്നോളണം. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.